വാർത്തയാണ് ഇപ്പോൾ കിട്ടുന്നത്. കണ്ണൂരിൽ നിന്ന് വന്നിട്ടുള്ള വാർത്തയാണ്. ദോശ, പയ്യന്നൂർ കുഞ്ഞിമംഗലത്ത് ദോശ കഴിച്ച് മരിച്ചുപോയി. പിണറായിയുടെ ഭരണകാലത്തിൽ എന്തൊക്കെ കാണണം. ഒരു വശത്ത് ആശുപത്രി ഇടിയുന്നു, മതിലിടിയുന്നു, ഡോക്ടർമാർക്ക് കൊടുക്കാൻ അല്ല, യൂറോളജി നടത്താൻ, ഓപ്പറേഷൻ നടത്താൻ തിയേറ്ററില്ല, അല്ലെങ്കിൽ മരുന്നില്ല, ഉപകരണങ്ങളില്ല. ദോശ പോലും ഇപ്പോൾ കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൂടിയാണോ നമ്മുടെ സാർ അമേരിക്കയിലേക്ക് പോയത് എന്നുള്ളൊരു ചോദ്യവും ട്രോളുകളായി ഇങ്ങനെ വരുന്നുണ്ട്. കണ്ണൂരിലെ ഒരു വീട്ടമ്മ, 60 വയസ്സുള്ള വീട്ടമ്മ, പാവം ദോശ കഴിച്ച് മരിച്ചുപോയി എന്നുള്ളതാണ്. അവർ പയ്യന്നൂർ കുഞ്ഞമംഗലം സ്വദേശി കമലാക്ഷി എന്ന് പറയുന്ന അമ്മയാണ്. 60 വയസ്സുള്ള കമലാക്ഷി അമ്മ മരിച്ചുപോയി. അതിൻ്റെ വാർത്തയുടെ ഒരു കൗതുകം എന്ന് പറഞ്ഞാൽ ദോശ കഴിച്ചാണ് മരിച്ചത്. ദോശയിൽ വിഷം കലർന്നിട്ടില്ല, തൊണ്ടയിൽ ദോശ കുടുങ്ങി. മുള്ളു പോലുള്ള സാധനങ്ങൾ തൊണ്ടയിൽ കുടുങ്ങും എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ചിക്കനൊക്കെ കഴിക്കുമ്പോൾ എല്ല് പോലുള്ള സാധനങ്ങൾ ചിലപ്പോൾ അറിയാതെ വിഴുങ്ങുകയൊക്കെ ചെയ്ത് കുടുങ്ങി. ഇത് ദോശ എങ്ങനെയാണ് കുടുങ്ങി മരിച്ചു പോയെന്നുള്ളത് വളരെ 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 കൗതുകമാവുന്നു. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലിട്ട് മാറ്റി. അപ്പോൾ ഇതിൻ്റെ കൗതുകമൊക്കെ അവിടെ നിൽക്കട്ടെ. വയസ്സായ ആളുകൾ ഒന്ന് അറിയേണ്ടത്, നമ്മൾ നിന്ന് ഈ ബൊഫേ സിസ്റ്റം വന്നതിന് ശേഷം, അതൊരു സായിപ്പിൻ്റെ സിസ്റ്റമാണ്. നമ്മൾ ഇരുന്ന് ഭക്ഷണം കഴിക്കത്തില്ല, നിന്നേ ഭക്ഷണം കഴിക്കത്തുള്ളൂ. ഒരു കാരണവശാലും നിന്ന് ഭക്ഷണം കഴിക്കരുത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അല്പം സമയമെടുത്തേ ഭക്ഷണം കഴിക്കാവൂ. നമുക്ക് സമയം കുറവൊക്കെ ഉണ്ട്, എന്നാലും അല്പം സമയം എടുക്കണം. മൂന്നാമത്തെ കാര്യം, ദോശ പോലുള്ള, അപ്പം പോലുള്ള കട്ടിയുള്ള സാധനം, അത് ഏത് കട്ടിയുള്ള സാധനം, ചോറ് പോലെ ഏത് കട്ടിയുള്ള സാധനവും കുറച്ചൊന്ന് ചെറിയ ഇപ്പോൾ അപ്പം ദോശ കഴിക്കുന്ന ചെറിയ കഷ്ണങ്ങൾ, നമ്മുടെ തൊണ്ടയുടെ ഒരു കണക്കുണ്ടല്ലോ, ചെറിയ കഷ്ണങ്ങൾ കഴിക്കാൻ നോക്കുക. ചവച്ചരച്ച് കഴിക്കാൻ നോക്കുക. അതിന് ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരത്തില്ല. എന്നാലും പൊടിച്ച് കഴിക്കാൻ നോക്കുക. മിക്സിയിലിട്ട് പൊടിക്കുന്ന കാര്യമല്ല പറയാം, കൈ കൊണ്ടൊന്ന് ഞവടി പൊടിച്ച് കഴിക്കാൻ നോക്കുക. വെള്ളം കുടിക്കുന്നത് വളരെ സിബ്ബായിട്ട്, വളരെ പതുക്കെ, അതായത് കരവസ്തുക്കൾ കഴിക്കുന്ന പോലെ വളരെ പതുക്കെ പതുക്കെ വെള്ളം കുടിക്കുക. ഇതൊക്കെയാണ് ശാസ്ത്രം പറയുന്നത്. വൈദ്യശാസ്ത്രം പറയുന്നത് അങ്ങനെയാണ്. വെള്ളം കുടിക്കുന്നത് വളരെ സ്ലോവിൽ എടുത്താൽ കമത്തുകയല്ല ചെയ്യും. ഒരു കാരണവശാലും എടുത്ത് കമത്തരുത്. വെള്ളം ഇങ്ങനെ നിന്നുകൊണ്ട് വെള്ളം എടുത്ത് കമത്തരുത്. അത് കരളിനൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും, ശ്വാസകോശ സംബന്ധമായൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുടിക്കുന്നതാകട്ടെ, ഭക്ഷണം കഴിക്കുന്നതാകട്ടെ കൃത്യമായി പാലിച്ചേ കഴിയും. പിന്നെയും വേറെ ശീലങ്ങൾ പറയുന്നുണ്ട്. 6 മണി 7 മണിക്കപ്പുറം ഭക്ഷണം കഴിക്കരുത്. അതിൻ്റെ ഒരു സിദ്ധാന്തം കൂടെ പറഞ്ഞ് ഞാൻ ഇത് അവസാനിപ്പിക്കാം. നമ്മൾ ഒരു ദിവസം എല്ലാ ദിവസവും രാവിലെ നമുക്ക് ഭക്ഷണം കഴിക്കണം, കൃത്യമായി കഴിക്കണം. കാര്യം റൈറ്റ് ബ്രെയിനും ലെഫ്റ്റ് ബ്രെയിനും ഒരുപോലെ വർക്ക് ചെയ്യണമെങ്കിൽ രാവിലെ ഭക്ഷണം കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഒരു കാരണവശാലും ഒഴിവാക്കരുത്. ഭക്ഷണം കഴിച്ചാൽ ഒരു 3 മണിക്കൂർ കൊണ്ട് അതിൻ്റെ ദഹനമൊക്കെ നടക്കും, സ്വാഭാവികമായിട്ട് സാധാരണ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ. അത് കഴിഞ്ഞാൽ അടുത്ത് വീണ്ടും ഭക്ഷണം കഴിക്കും. സന്ധ്യയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചാൽ, രാത്രി ലേറ്റായി ഭക്ഷണം കഴിച്ചാൽ, പ്രത്യേകിച്ച് ബറോട്ട, ബീഫ് പോലുള്ള വസ്തുക്കൾ ഒരു കാരണവശാലും രാത്രി ലേറ്റായി കഴിക്കരുത്. കഴിച്ചാൽ 3 മണിക്കൂർ സമയമെടുക്കും നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ 10 മണിക്ക് ഒരാൾ ഫുഡ് കഴിച്ചു എന്ന് വിചാരിക്കുക. 10 മണിക്ക് ഫുഡ് കഴിച്ചിട്ട് 10:30 ഉറങ്ങി, അല്ലെങ്കിൽ 10:15 ഉറങ്ങി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 11 മണിക്ക് ഉറങ്ങി എന്ന് വിചാരിക്കുക. പക്ഷെ അയാളുടെ ബോഡിയിലെ ചെന്നിട്ടുള്ള മുഴുവൻ ബീഫും ബറോട്ടയും എല്ലാം കൊത്തി അരിഞ്ഞ് എല്ലാം റെഡിയാക്കി, വേസ്റ്റാക്കി, നല്ലതാക്കി, പ്രോട്ടീന്, മിനറൽസ്, പിന്നെ അതിനകത്തുള്ള ഫാറ്റ്, വൈറ്റമിൻ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ആവശ്യമായ പ്രോസസ്സൊക്കെ ചെയ്യാൻ 3 മണിക്കൂർ സമയമെടുക്കും. ഈ 3 മണിക്കൂർ കഴിഞ്ഞ് മിഷ്യൻസിന് ഉറങ്ങാൻ പറ്റും. ശരീരം ഉറങ്ങിയാലും മിഷ്യൻസ് ഉറങ്ങില്ല. ചെറുകുടൽ, വൻകുടൽ, ഒരുപാട് മിഷ്യൻസ് ഉണ്ട്. രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ധമനികൾ, ഇതിനെല്ലാം റെസ്റ്റ് എടുക്കണമെങ്കിൽ 3 മണിക്കൂർ കഴിയണം. നമ്മൾ ഭക്ഷണം കഴിച്ചാൽ 3 മണിക്കൂർ. അപ്പോൾ 10:30 മണിക്ക് ഒരാൾ ഉറങ്ങി, 10 മണിക്ക് ഭക്ഷണം കഴിച്ചു, 10:30 മണിക്ക് ഉറങ്ങി, 11:30, 12, 1:30 മണി ആയാൽ മാത്രമേ അയാളുടെ മിഷ്യൻ എല്ലാം ഓഫ് ആവുള്ളൂ. ശ്വാസവ്യത്യാസം വേണമല്ലോ, അല്ലെങ്കിൽ ജീവിച്ചിരിക്കത്തുള്ളൂ. അതൊഴിച്ചുള്ള ബാക്കി എല്ലാ മിഷ്യനും ഡെഡ് ആവണം. എന്ന് പറഞ്ഞാൽ ചത്തോണമെന്നല്ല, അങ്ങ് സൈലന്റ് ആവണം. എങ്കിലേ അതിന് റെസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ടൊരു 7 മണിക്കൂർ വേണം. അപ്പോൾ 10:30 ഉറങ്ങിക്കഴിഞ്ഞാൽ 11:30, 12, 1:30 അദ്ദേഹത്തിന്റെ മൊത്തം ഉറക്കം, ശരിയായ ബോഡിക്ക് റെസ്റ്റ് തുടങ്ങുള്ളൂ. 2:30, 3:30, 4:30, 5:30, 6:30 മണിയാകുമ്പോൾ ഒരു 5 മണിക്കൂറൊക്കെ ആകുമ്പോൾ പുള്ളി എഴുതുകയും ചെയ്യും. നേരത്തെ കഴിക്കുന്നതാണെങ്കിൽ 3-4 മണിക്കൂർ ഉറക്കം കിട്ടത്തുള്ളൂ. സ്വാഭാവികമായിട്ട് 7 മുതൽ 8 മണിക്കൂർ ഉറക്കം വേണമെന്നാണ്, പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും സന്ധ്യയ്ക്ക് മുമ്പേ ഭക്ഷണം കഴിക്കുക, ഒന്നാമത്തെ വിഷയം. പ്രത്യേകിച്ച് കുട്ടികളെ അതിന് ശീലിപ്പിക്കുക. കൂടുതൽ ലഘുഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക, നാരുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. ഈ ദഹനത്തിന്റെ സിദ്ധാന്തം പഠിപ്പിക്കുക. വെള്ളം എത്ര ഗ്ലാസ് കുടിക്കണം എന്നുള്ളതിനെ കുറിച്ച് വലിയ തർക്കമാണ്. ബോഡിക്ക് ആവശ്യമുള്ള ഗ്ലാസ് കുടിക്കുക, അതാണ് എൻ്റെ ഒരു തിയറി. ബോഡിക്ക് വെള്ളം വേണമെന്നുള്ളത് നമ്മൾക്ക് ചോദിക്കും. അല്ല, എണീറ്റ് ഉടനെ രാവിലെ 2 ഗ്ലാസ് കുടിക്കണം, ഒരു കാര്യമില്ല. 10 ഗ്ലാസ് കുടിക്കണം, 1 ലിറ്റർ കുടിക്കണം, അങ്ങനെയല്ല. ബോഡിക്ക് എപ്പോഴും ആവശ്യമുണ്ടോ ആ വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത്. പിന്നെ രാവിലെ എഴുന്നേൽക്കുക, ബാത്റൂമൊക്കെ പോകുന്നൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 1 ഗ്ലാസ് കുടിച്ചോളൂ, അല്ലെങ്കിൽ 2 ഗ്ലാസ് കുടിച്ചോളൂ. അല്ല, ഇതിൻ്റെ തിയറി ഇത്രയേ ഉള്ളൂ. ബോഡിക്ക് വിശക്കുമ്പോൾ ആഹാരം കഴിക്കുക,
ബോഡിക്ക് വിശക്കുമ്പോൾ വെള്ളം കുടിക്കും. ഇത് ബോഡി പറയും നമ്മളോട്, എനിക്ക് വിശക്കുന്നു, എനിക്ക് വെള്ളം തരുമെന്ന് ബോഡി പറയും. അപ്പോൾ നമ്മൾ കൊടുക്കുക. ഈ ഭക്ഷണ രീതി നമ്മൾ കൊണ്ടുപോകണം. ഞാനിത് പറയുന്നത് നമ്മൾ ഒരു ഹെൽത്ത് ടിപ്സ് എന്നുള്ള നിലയിലാണ് ഈ വീഡിയോ ചെയ്തത്. ഒരു വീട്ടമ്മ മരിച്ചു എന്ന് കേട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത്. എന്തായാലും ദോശ കഴിക്കുമ്പോൾ ജാഗ്രതയും, ബെറോട്ട കഴിക്കുമ്പോൾ കുറച്ചുകൂടെ ജാഗ്രതയും. കാരണം അത് കുറച്ചുകൂടി തൊണ്ടയെ കുരുങ്ങിയാൽ പിന്നെ അപ്പം തന്നെ മരിച്ചു പോകുന്നതാണ്. ആശുപത്രി കൊണ്ടുപോകാൻ പോലും സമയം കിട്ടുന്നതല്ല. തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ. നമുക്ക് ഭക്ഷണക്രമത്തിൽ എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല, എപ്പോൾ കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം.